SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ NRCT SNV ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്ന ശ്രീനാരായണ ധർമ്മവിചാരയജ്ഞത്തിന് സമാപനമായി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാഗണപതി ഹോമം, ശാന്തി ഹവനം, പ്രബോധ തീർത്ഥസ്വാമികളുടെ ആത്മീയ പ്രഭാഷണം, ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയ സാമൂഹ്യ പ്രസക്തി എന്ന വിഷയത്തിൽ ശ്രീമദ് ശിവസ്വരൂപാനന്ദ സ്വാമികൾ നേതൃത്വം നൽകിയ ചർച്ച, സമ്മേളനം എന്നിവ നടന്നു. തുടർന്ന് നടന്ന സംഘടനാ സമ്മേളനം ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ യൂണിയന്റെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഭാരവാഹികൾ ഒന്നിച്ച് കൂടുന്നുണ്ടാകുമായിരിക്കും. പക്ഷേ ഗുരുവിനെ പഠിക്കുക, ഒപ്പം തന്നെ ഗുരു നമുക്ക് പകർന്നു തന്ന ആ ചൈതന്യത്തെ അതിന്റെ മുന്നോട്ട് ഉള്ള ആ ഒരു സാമൂഹികമായ തലത്തെ, ഒപ്പം തന്നെ അതിന്റെ ആധ്യാത്മികത ഒട്ടും ചോരാതെ നമ്മളിലേക്ക് എങ്ങനെ ഗുരുവിന്റെ ആധ്യാത്മികത എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും, അതിനെ നമ്മൾ ആ അംശത്തിൽ അതിനെ നമ്മൾ സ്വയം ഉൾക്കൊള്ളുകയും നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. അതാണ് ശരിക്കും ഇങ്ങനെയുള്ള ആധ്യാത്മികമായ കൂട്ടായ്മയിലൂടെ സംഭവിക്കുന്നത്. എപ്പോഴും ആധ്യാത്മികമായ ഒരു കൂട്ടായ്മ, ആ ആധ്യാത്മികമായ കൂട്ടായ്മയാണ് എപ്പോഴും അവരുടെ മുന്നോട്ടുള്ള ധനാത്മകമായ പോസിറ്റീവായിട്ടുള്ള അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന് എപ്പോഴും കാരണമായിരിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു സങ്കീർണമായിട്ടുള്ള സംഘർഷഭരിതമായിട്ടുള്ള നിരന്തരമായ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എപ്പോഴും കുറച്ചധികം സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, ഉണ്ടായേ പറ്റുള്ളൂ. പക്ഷെ ആ സംഘർഷങ്ങളെയൊക്കെ നമുക്ക് ലഘൂകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആത്മീയതയുടെ ഒരു നനവ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ നനവിനെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് വളരെയധികം ആളുകൾ പല വഴിയിലൂടെ, പല മാർഗങ്ങളിലൂടെ പലതിലേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മളുടെ കൈവശമുണ്ടായതിനെ തട്ടി കളഞ്ഞിട്ട് നമ്മളിന്ന് പലപ്പോഴും നമ്മുടെ വീട്ടിൽ പരിസ്ഥിതിയില്ല, വീട്ടിൽ സ്വന്തം വെച്ചിട്ട് നാട്ടിലേക്ക് പറയുന്നത് പോലെ നമ്മളെപ്പോഴും നമ്മളുടെ മുന്നിൽ നമ്മൾ ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള, എല്ലാവർക്കും ഹൃദയംഗമമായി ഹൃദയസ്പർശിയായിട്ട് സ്വീകരിക്കാവുന്ന, ഒരു തരത്തിലുള്ള ഉപാധികളുമില്ലാതെ ആർക്കും സ്വതന്ത്രമായി സ്വീകരിക്കാവുന്ന ഏറ്റവും വിശാലമായിരിക്കുന്ന ഒരു ആധ്യാത്മികത. ആ ആധ്യാത്മികതയെ നമ്മൾ ഒട്ടും തന്നെ ചെവിക്കൊടുക്കാതെ നമ്മൾ ശരിക്കും ആധ്യാത്മികതയുടെ പേരിൽ നമ്മൾ മറ്റു പലതിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണ്. യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സ്വാമിനി നിത്യചിന്മയി അനുഗ്രഹ പ്രഭാഷണം നടത്തി. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് G അജയൻ, രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, യൂണിയൻ ഭാരവാഹികളായ NR വിജയകുമാർ, IB പ്രഭാകരൻ, KK രാജേഷ്, സലിമാഷ്, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. മികച്ച കർഷകനായ കൃഷ്ണൻ കണ്ടമംഗലത്തിനെ ചടങ്ങിൽ ആദരിച്ചു.
ഗുരുപൂജ, പ്രസാദമോട്ട് എന്നിവയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ ആധുനിക സംസ്കാരത്തിന്റെ ജനയിതാവ് എന്ന വിഷയത്തിൽ ബിജു പുളിക്കലയിടത്ത് പ്രഭാഷണം നടത്തി. സർവൈശ്വര്യ പൂജ, ഗുരുദേവ ആരാധന സമർപ്പണം, ഗുരുജ്യോതി പ്രത്യർപ്പണം എന്നീ ചടങ്ങുകളോടെ ധർമ്മവിചാര യജ്ഞത്തിന് സമാപനമായി. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the right beginning for your child? Admissions are now open for 2026 to 2027 at St. Martha's English Medium Nursery School, Kattappana. Managed by St. Martha's Sisters, our school offers a caring and secure environment where children learn with confidence and joy. With qualified teachers, a CBSE curriculum, engaging cultural activities, and a campus surrounded by natural beauty, we focus on the complete growth of every child. Transportation facilities are available for your convenience. To know more, call 98465 21767 or 99613 23329. St. Martha's English Medium Nursery School, Kattappana, where little learners grow with love.